ഗംഗാവാലിയുടെ മറുകരയിൽ ഇപ്പോൾ കെ വി രാഹുലുണ്ട്. കെ വി രാഹുൽ നൽകുന്ന വിവരമനുസരിച്ച് ഇപ്പോഴും അവിടെ തിരച്ചിൽ ആരംഭിച്ചിട്ടില്ല. അത് ഈ മോശം കാലാവസ്ഥ തന്നെയാണ് കാരണം. ഇപ്പോൾ നേവിയുടെ ഗോവയിൽ നിന്ന് നേവൽ ബേസിലെ പ്രധാന ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവരുടെ കൂടി നിർദ്ദേശങ്ങളും ഒക്കെ പരിഗണിച്ച ശേഷമായിരിക്കും ഈ അവിടെ തിരച്ചിൽ നടക്കുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ അവിടെ തിരച്ചിൽ ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പുറത്ത് സമാന്തരമായി മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോഴും തുടരുന്നുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ബിജു കക്കയും ഉൾപ്പെടെ അത്തരത്തിലുള്ള വിവരമാണ് നമുക്ക് നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. മണ്ണ് മാറ്റുന്ന നടപടികൾ, റോഡിന് വശത്തെ നടപടികളാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ മാധു നോക്കൂ, വീണ്ടും മഴ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം. അതായത് മഴ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന ഒരു സാഹചര്യം. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും. ഏതായാലും ഇപ്പോഴും ഇങ്ങനെ മഴ തുടർന്നാൽ നേവിക്ക് പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പ്രത്യേകിച്ച് വളരെ കുത്തിയൊഴുകിയാണ് പുഴയൊഴുകുന്നത്. വലിയ ആഴമുള്ള ഒരു പ്രദേശമാണ്. 40 അടിയോളം താഴ്ചയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് കുത്തൊഴുക്കിൽ ഇറങ്ങുക എന്നുള്ളത് തന്നെ വലിയ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. നിലവിലേതായാലും അവിടെ പുഴയിൽ പരിശോധന ആരംഭിച്ചിട്ടില്ല. മറുകരയിൽ, അതായത് കുന്നിടിഞ്ഞ ഭാഗത്ത് ഇപ്പോൾ പരിശോധനകൾ തുടരുന്നുമുണ്ട്. ഏതായാലും ഈ മഴ മാറി നിന്നാൽ മാത്രമേ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ നടത്താനാവൂ എന്നുള്ള ഒരു സ്ഥിതി തന്നെയാണ് ഇപ്പോൾ ഷിരൂരിൽ ഉള്ളത്. ഈ അല്പസമയം മുൻപ് ജിതിൻ ഉൾപ്പെടെ അകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ മറ്റ് ആളുകളെ, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും പുറത്തു തന്നെ തുടരുകയാണ്. ഒരാളെയും അകത്തേക്ക് കടത്തില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ഇവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു സ്വാമിയെ കടത്തി വിടുകയും ചെയ്തു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ മറ്റാളുകളെയൊന്നും അവിടേക്ക് കടത്തി വിടാനുള്ള ഒരു നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഏതായാലും രക്ഷാപ്രവർത്തകരെ മാത്രമേ അകത്തേക്ക് വിടൂ എന്ന്, അല്ലെങ്കിൽ ഔദ്യോഗിക രക്ഷാപ്രവർത്തകരെ മാത്രമേ അകത്തേക്ക് വിടൂ എന്നുള്ള പറയുമ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു പുറമേ നിന്നുള്ള ഒരു വ്യക്തി കൂടി അകത്തേക്ക് കയറിപ്പോയത് എന്നുള്ള കാര്യം കൂടി ഈ നിമിഷത്തിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. നിലവിലേതായാലും മഴ ശക്തമായി തന്നെ ആ പ്രദേശത്ത് തുടരുന്നുണ്ട്. ബിജു കക്കയുമൊക്കെ നൽകുന്ന വിവരമനുസരിച്ച് അവിടെ കൂടുതൽ മണ്ണ് മാറ്റുന്ന ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. പുറത്തേക്ക് കൂടുതൽ ടിപ്പർ ലോറികൾ പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ഫോക്കസ് പുഴയിലാണ് എന്ന് സൈന്യവും NDRF-ഉം നാവികസേനയൊക്കെ പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ പുഴയിലെ പരിശോധന എപ്പോൾ തുടങ്ങും എന്നുള്ളതായിരിക്കും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ ആ പുഴയിലെ തുരുത്തിൽ രൂപപ്പെട്ട ആ മൺകൂനയിൽ നടത്തിയ അതിന് പരിസരത്ത് നടത്തിയ റഡാർ പരിശോധനയിൽ ഏതാണ്ട് 40 മീറ്റർ അകലെ, അതിൽ നിന്ന് കരയിലേക്ക് 40 മീറ്റർ അകലെ 8 മീറ്റർ ആഴത്തിൽ ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും പരിശോധന ഉണ്ടാവുക. ഏതായാലും നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥരെത്തിയത് ഈ രക്ഷാപ്രവർത്തനം എങ്ങനെ വേണം, അല്ലെങ്കിൽ തിരച്ചിൽ എങ്ങനെ വേണം എന്ന് ആസൂത്രണം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഏതായാലും ഗോവൻ നേവൽ ബേസിൽ നിന്നുള്ള അതിവിദഗ്ധരായിട്ടുള്ള നാവികരാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരേതായാലും അല്പസമയത്തിനകം തന്നെ പരിശോധന തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.